കൊൽക്കത്തയിൽ ശക്തമായ മഴ തുടരുകയാണ്. വെള്ളക്കെട്ടിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 9 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. റോഡുകളും കെട്ടിടങ്ങളും അടക്കം വെള്ളത്തിൽ മുങ്ങി. 24 മണിക്കൂറിനിടെ 247 മില്ലിമീറ്റർ മഴയാണ് കൊൽക്കത്ത നഗരത്തിൽ ലഭിച്ചത്. മഴ കാരണം പൂജ അവധി 2 ദിവസം മുൻപേ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി രാകേഷ് തന്നെ ചേരുന്നുണ്ട്. രാകേഷ്, അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതി? അനുശ്രീ, ദുർഗാപൂജയാണ് ബംഗാളികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആഘോഷം. അത്തരത്തിൽ ദുർഗാപൂജയ്ക്ക് ഒരുങ്ങുന്നതിനിടെയാണ് കൊൽക്കത്തയിൽ കനത്ത മഴ നാശം വിതച്ചിരിക്കുന്നത്. അതായത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടാണ്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഇന്നലെ പുലർച്ചെ വരെ ശക്തമായ മഴയായിരുന്നു കൊൽക്കത്തയിൽ. ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ശക്തമായ മഴ പെയ്തു. ഇതേ തുടർന്ന് കൊൽക്കത്ത നഗരം ഇപ്പോഴും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടാണ്. 10 പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ 9 പേരും വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് 25-ാം തീയതി വരെ സമാനമായ സാഹചര്യം തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാകും. കാരണം മഴ പെയ്താൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്രതീക്ഷിത മഴ ആണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്ന പ്രതികരണമാണ് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മാത്രമല്ല രാഷ്ട്രീയ ആരോപണവും പ്രത്യേകിച്ച് ദുർഗാപൂജ അടക്കം നടക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ വിവാദവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമാക്കിയിരിക്കുകയാണ്. കാരണം മമതാ ബാനർജി 9 പേരുടെ മരണത്തിലേക്ക് നയിച്ചത് വൈദ്യുതി കമ്പനിയുടെ പിഴവാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം സർക്കാരല്ല വൈദ്യുതി നൽകുന്നത്, പകരം CESC ആണ് കൊൽക്കത്തയിൽ വൈദ്യുതി നൽകുന്നത്. അവർക്ക് പണം മാത്രമേ ആവശ്യമുള്ളൂ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മമതാ ബാനർജി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇത്തരത്തിൽ മഴക്കെടുതിയൊക്കെ തടയാൻ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ വലിയ പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ട് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നു 25-ാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അനുശ്രീ, രാകേഷ്, അതുപോലെ ഇനിയും മഴ ശക്തമാകാനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ നിലനിൽക്കുന്നത്? അതെ, അങ്ങനെ വേണം കരുതാൻ. കാരണം ഒരു രാത്രി മുഴുവൻ ഉണ്ടായ ശക്തമായ മഴയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരം, അവിടെ ഈ അഴുക്കുചാൽ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ പോരായ്മകൾ ഉണ്ട് എന്നാണ് പ്രതിപക്ഷമൊക്കെ തന്നെ ആരോപിക്കുന്നത്. അതിൽ കൊൽക്കത്ത കോർപ്പറേഷൻ്റെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തന്നെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അതിന് പ്രതിരോധം തീർത്തിരിക്കുന്നത് ഈ മഴക്കെടുതിയല്ല മരണത്തിലേക്ക് നയിച്ചെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പകരം നിരത്തുന്നത് 9 പേർ വൈദ്യുതാഘാതമേറ്റ് മരിക്കുമ്പോൾ അതിന് കാരണക്കാർ വൈദ്യുതി കമ്പനിയാണ്. കാരണം സ്വാഭാവികമായും വൈദ്യുതി കമ്പനിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടത്. വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശക്തമായ കാറ്റ് വീശുമ്പോഴൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതൊക്കെ തന്നെ വൈദ്യുതി കമ്പനിയാണ്. അത് സ്വകാര്യ കമ്പനിയാണ്, മറിച്ച് സർക്കാരല്ല. സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കൈകഴുകുമ്പോഴും സാധാരണക്കാർ ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ കടുത്ത വിമർശനം ഏതായാലും സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ശരി, കൊൽക്കത്തയിൽ ശക്തമായ മഴ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വെള്ളക്കെട്ടിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 9 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇനി മഴ തുടരാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.